ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ മാർഗഴി ഗീതുവിനെ വിളിച്ച് പറയുന്നുണ്ട്, സത്യദാസ് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ കച്ചവടം മുടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. അത് അളിയൻ അറിയണ്ട, നീ അളിയനോട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മാനേജ് ചെയ്യും, ഞാൻ എവിടെയെങ്കിലും പോയി എന്നുള്ള നോണയൊക്കെ പറഞ്ഞിട്ട് നീ അളിയനെ മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ഗീതു ആണെങ്കിലോ നീ എങ്ങടാ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ഗോവിന്ദനെ വിളിച്ച് അവൾ പറയുന്നുണ്ട്, ആർക്കോ പാമ്പ് കടി ഏറ്റുകൊണ്ട് അവൾ ചെല്ലണം, അത്യാവശ്യമാണ് ചെല്ലണം എന്ന് പറഞ്ഞ് അവളുടെ അമ്മ വിളിച്ചിരുന്നു, അതുകൊണ്ട് അവൾ പോയി എന്നൊക്കെ ഗോവിന്ദനോട് നുണ പറയുന്നുണ്ട്. ഗോവിന്ദാണെങ്കിലോ പിന്നീട് ഗീതുവിനോട് പറയുന്നുണ്ട്, മാർഗഴി പറഞ്ഞത് നുണയാണ്, മാർഗഴി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊന്നും അറിയില്ല, പക്ഷെ മാർഗഴി പറഞ്ഞ എന്തായാലും നുണയാണ് എന്നൊക്കെ ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്. ഒരാൾ പാമ്പ് കടി ഏറ്റാലും അവൾ ഇവിടുന്ന് എത്തണ സമയം കൊണ്ട് തന്നെ ആൾ മരിച്ചിട്ടുണ്ടാവും, അവൾ നുണയാണ് പറയുന്നത്, എന്തിനാ അവളിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഗീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലും നമ്മുടെ അനാർക്കലി സത്യദാസിനോട് പറയുന്നുണ്ട്, രാധികയും വരുണും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും, അവർക്കും കൂടെ ഷെയർ കൊടുക്കേണ്ടി വരും, ആകെ കിട്ടണത് ആ മാർഗഴിക്കും കൂടി കൊടുക്കണം, അതിൽ പിന്നെ നമുക്കാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, വരുണും രാധികയ്ക്കും കൂടി കൊടുക്കേണ്ടി വന്നാൽ നമുക്കൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ വരുന്നത് എങ്ങനെയെങ്കിലും മുടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ സത്യദാസ് രാധികേനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് നിങ്ങളിന്ന് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. രാധികയ്ക്കാണെങ്കിലും അതൊക്കെ സംശയം തോന്നുന്നുണ്ട്. രാധിക എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട്, എടാ നിൻ്റെ അച്ഛൻ പറഞ്ഞാൽ എനിക്ക് എന്തോ സംശയം ഉണ്ടടാ, അച്ഛനും അനാർക്കലി നമ്മളെ നിന്ന് എന്തോ മറക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നമുക്ക് എന്തായാലും അച്ഛൻ പറഞ്ഞത് സത്യമാണോ എന്നൊന്ന് നോക്കാൻ വേണ്ടി വീട്ടിൽ പോയി നോക്കിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യദാസനാണെങ്കിലോ സുവർണ്ണ എന്തെങ്കിലും വരുണിനോട് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള പേടിയുണ്ട്. പിന്നീടാണെങ്കിലും ചേതൻ ഗ്രൂപ്പുകാർ കച്ചവടത്തിന് വരുന്നത് കാണിക്കുന്നുണ്ട്. ഗോവിന്ദാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട് അവൻ്റെ ഫോണിൽ. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.